ബിഗ് ബോസ് മലയാളം സീസൺ 7 രണ്ടാം ദിവസത്തെ ലൈവ് അപ്ഡേറ്റുകളിൽ ബിഗ് ബോസ് വീട്ടിൽ ഒരു കിടിലൻ പണി നൽകിയിരിക്കുകയാണ് ബിഗ് ബോസ്. ഒരു പുതിയ ടാസ്കുമായി ബിഗ് ബോസ് എത്തിയിരിക്കുന്നു. ടാസ്കിൻ്റെ പേര് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നാണ്. ഇത് ഒരു എലിമിനേഷൻ സ്വഭാവമുള്ള ടാസ്ക്കാണ്. കാര്യം ഇങ്ങനെയാണ്: ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മത്സരാർത്ഥികൾ 4 പേരെ തിരഞ്ഞെടുക്കണം. ഈ 4 പേർ ബിഗ് ബോസ് വീട്ടിൽ ഇനി വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ലൈറ്റ് ഓഫ് ചെയ്യുന്നത് മുതൽ രാവിലെ ലൈറ്റ് ഓൺ ചെയ്യുന്ന സമയം വരെയുള്ള സമയം പൂർണ്ണമായി ബിഗ് ബോസ് വീടിൻ്റെ ഗാർഡനിൽ ചെലവഴിക്കണം. ഗാർഡൻ ഏരിയയിൽ ഇവർക്ക് വേണ്ടി ഒരു കട്ടിൽ സജ്ജീകരിച്ചിരിക്കും. ആ കട്ടിലിൽ മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ. ഗാർഡനിൽ മറ്റെവിടെയും ഇരുന്നും ഉറങ്ങാൻ പാടുള്ളതല്ല. കട്ടിലിൽ ഉറങ്ങുന്ന മത്സരാർത്ഥികളെ മറ്റു മത്സരാർത്ഥികൾക്ക് ഗാർഡൻ ഏരിയയിൽ തന്നെ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക റെഡ് സ്പോട്ടിൽ കൊണ്ടുപോയി, അതും കട്ടിലോടുകൂടി കൊണ്ടുപോയി കിടത്തിയാൽ ആ വ്യക്തി ബിഗ് ബോസിൽ നിന്ന് ഔട്ടാകുന്നതായിരിക്കും. ഇങ്ങനെ കിടന്നുറങ്ങുന്ന ഒരു മത്സരാർത്ഥിയെ ഉണർത്താൻ വേണ്ടി മത്സരാർത്ഥികൾക്ക് സഹായിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരാൾ ഉറങ്ങുന്നുണ്ട് എന്ന് മറ്റു മത്സരാർത്ഥികളോട് പറഞ്ഞ് അയാൾക്കെതിരായി നിൽക്കാം. ഇത് രണ്ടും മത്സരാർത്ഥികളുടെ ഇഷ്ടമാണ്. ഇതിൽ ടാസ്ക് ലെറ്ററിൽ ബിഗ് ബോസ് ഉപയോഗിച്ച 2 സെൻറ്റൻസുകളെക്കുറിച്ച് വളരെ ശക്തമായ സംശയങ്ങളുണ്ടായി. ഒന്ന്, ഇങ്ങനെ പുറത്തുള്ള മത്സരാർത്ഥികളെക്കുറിച്ച് പറയുമ്പോൾ അവർ ഗാർഡൻ ഏരിയയിൽ പുറത്തെങ്ങും ഇരുന്ന് ഉറങ്ങാൻ പാടില്ല എന്നാണ് ഒരു റൂൾ. അതിൻ്റെ തൊട്ടടുത്ത സെൻറ്റൻസിൽ പറയുന്നത് ഉറങ്ങുന്ന മത്സരാർത്ഥികളെ കട്ടിലോടെ എടുത്ത് റെഡ് സ്പോട്ടിൽ കൊണ്ടുപോയി വെക്കണം എന്നാണ്. ഉറങ്ങുന്ന മത്സരാർത്ഥികളെ കട്ടിലോടെ എടുത്ത് റെഡ് സ്പോട്ടിൽ കൊണ്ടുപോയി വെക്കണമെങ്കിൽ അവർ കട്ടിലിൽ ഉറങ്ങുന്നെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും കട്ടിലിൽ ഇരുന്നും ഉറങ്ങിയാൽ അത് മറ്റുള്ളവർ കണ്ടുപിടിച്ച് റെഡ് സ്പോട്ടിൽ കൊണ്ടുപോയാൽ അത് ഡേഞ്ചറാണ് എന്ന് തന്നെയാണ് ആ ഗെയിമിൻ്റെ സാരം. പക്ഷേ ബിഗ് ബോസ് അത് തെളിച്ചു പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. ഇങ്ങനെ കട്ടിലിൽ ഒരാളെ ഡേഞ്ചർ സ്പേസിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അയാൾ ഉണർന്നു കഴിഞ്ഞാൽ വീട്ടിലെ ലൈറ്റുകൾ ഓണാകുകയും അയാൾ എലിമിനേഷനിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ഇതിനുവേണ്ടി മത്സരാർത്ഥികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 4 പേരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി വീട്ടിലെ ഓരോ മത്സരാർത്ഥികളും 4 പേരുടെ വീതം പേരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് 4 മത്സരാർത്ഥികൾ ഇന്ന് രാത്രി മുതൽ ഗാർഡൻ ഏരിയയിലാകും കഴിച്ചുകൂട്ടുക. ഇവർ ഒരു ടീമായി നിന്നാൽ ഇവർക്ക് കുറേ സമയം വീതം ഉറങ്ങാൻ പറ്റും. 1-2 പേർ കിടന്നുറങ്ങുകയും മറ്റ് 2 പേർ ഉണർന്നിരുന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യാം. അതേസമയം 4 പേരും പരസ്പരം ശത്രുക്കളാണെങ്കിൽ ഏത് സമയവും ഒരു പണി പ്രതീക്ഷിക്കേണ്ടതും ഉറങ്ങാതെ ഇരിക്കേണ്ടതുമാണ്. ഏതായാലും പുതിയ ടാസ്ക് മത്സരാർത്ഥികൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് വരും മണിക്കൂറുകളിൽ അറിയാം.